പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ വിശുദ്ധ വാരത്തിൽ ആണ്. പെസഹ വ്യാഴാഴ്ച നമ്മുടെ പള്ളികളിലെല്ലാം ഒരു കർമ്മമുണ്ട്, നമുക്കറിയാം. അവസാനത്തെ അത്താഴത്തെ പറ്റി ധ്യാനിക്കുകയും 12 പേരെ വികാരിയച്ഛൻ അഥവാ ബിഷപ്പ് എത്ര കൊടവരുള്ള ആളായാലും അരയ്ക്ക് ഒരു വസ്ത്രം ചുറ്റി അത് കുനിഞ്ഞ് പാദങ്ങൾ കഴുകി മുത്തുന്ന കാലുകഴുകൽ ശുശ്രൂഷ. ഞാനതേപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. നമ്മൾ ഈ വർഷം അത് നടത്തേണ്ട ആവശ്യമുണ്ടോ? അതൊരു വെറും പ്രഹസനമല്ലേ? ഞാൻ അല്പം ബൈബിളിൽ നിന്ന് ധ്യാനിച്ചോട്ടെ. നമ്മൾ ഈ കാലുകഴുകൽ ശുശ്രൂഷയെ കാണുന്നത് യോഹന്നാൻ 13-ാം അധ്യായത്തിൽ 4-ാം വചനം പറയുന്നു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി തുവാലയെടുത്ത് അരയിൽ കെട്ടി, അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. ഹല്ലേലൂയ! ഇതാണ് അരക്കർമ്മം യേശു അന്ന് ചെയ്തത്. ഇന്നും നമ്മുടെ പള്ളികളിൽ അത് പുനരാവർത്തിക്കുന്നു. നല്ല കാര്യം. ഇനിയും അത് 12 മുതൽ വചനങ്ങൾ വായിക്കട്ടെ. അവരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്നവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്കായി ചെയ്തത് എന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു. സത്യം സത്യമായി, കർത്താവ് സത്യമിട്ട് പറയുകയാണ്, ആണയിട്ട് പറയുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല, അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ. പ്രിയപ്പെട്ടവരെ, ആ എളിമയുടെ ഹൃദയം, പരസ്പരം പാദങ്ങൾ കഴുകുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഏറ്റെടുത്ത് കർത്താവിനോട് മാപ്പ് ചോദിക്കുന്നത്, ഞങ്ങൾ വൈദ്യുരൊക്കെ ആണെങ്കിൽ കുമ്പസാരിപ്പിക്കുന്നത് ഒക്കെയാണ്. മാത്രം അല്ല, ആ മാതൃക, ജീവിത മാതൃക കർമ്മം നടത്താൻ വേണ്ടിയല്ല. ഒരു വിഷയ അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു, താഴ്ത്തിക്കെട്ടുന്നു. അവർ പ്രാർത്ഥിക്കുന്നില്ല, ഇവർ പ്രാർത്ഥിക്കുന്നു, ഇവർ പള്ളിയിൽ പോകുന്നില്ല, അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു, അത് മൂല്യച്ഛുരി വന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും എൻ്റെ കൂടെയുള്ള സഹവൈദികരും മറ്റാന്മാരൊക്കെ അത് പ്രസംഗിക്കുന്നുണ്ട്. ഈ കർമ്മം നടത്തുമ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ, ഈ 1 മണിക്കൂർ സമയത്ത് ഈ പടഞ്ഞു കടന്നുകൊണ്ടുള്ള കർമ്മം നടത്തിയാൽ മതിയോ? എൻ്റെ ഇടവക ജീവിതത്തിൽ, എൻ്റെ രൂപതയിലെ ജീവിതത്തിൽ, എന്നെ ഏൽപ്പിച്ച ജനങ്ങളുടെ ജീവിതത്തിൽ ഈ മാതൃക ഞാൻ പ്രകടിപ്പിക്കേണ്ടയോ? എളിമയോടുകൂടി മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുക. ഇതാണ് അധികാരികൾ ചെയ്യേണ്ടത്. തന്നെത്താനെ ഒരു ഭരണം നടത്തുന്ന വികാരിയാകരുത്, ഭരണം നടത്തുന്ന മെത്രാനും ആകരുത്. പിന്നെയോ മറ്റുള്ളവരെ സ്നേഹിച്ച് എളിമയോടെ സേവനം ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് അവരുടെ ഇടയിലൂടെ പോകുന്ന ഇടയൻ ആയിരിക്കണം. ഇനി അല്പം കൂടി മുന്നോട്ട് വായിച്ചോട്ടെ. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാലേ അത് കംപ്ലീറ്റ് ആവൂ. യോഹന്നാൻ 13 വായിക്കുന്ന ഞാൻ ഇപ്പോൾ 31 മുതൽ വചനങ്ങൾ. അവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും. ഉടൻ തന്നെ മഹത്വപ്പെടും. എൻ്റെ കുഞ്ഞുങ്ങളെ, അല്പസമയം കൂടി ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ പുതിയ ഒരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു.
കാല് കഴുകി കാല് മുത്തി അതെ മാതൃക കൊടുത്തിട്ട് പറയുകയാണ്, അത് നിങ്ങൾക്കെന്നെ കാണണമെങ്കിൽ ഞാനിപ്പോൾ പോകും, ഞാൻ ക്രൂശിക്കപ്പെടും, സ്വർഗത്തിലേക്ക് കരയേറും, അതെ നിങ്ങൾ കാണില്ലെന്നെ. എന്നാൽ പുതിയൊരു കൽപ്പന തരുന്നു, കേൾക്കൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഹൃദയവേദനയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇക്കൊല്ലം അതായത് നമ്മുടെ സഭയിൽ ഐക്യമുണ്ടാകുന്നതുവരെ ഈ കർമ്മം നടത്തുന്നത് ഞാൻ വെറും ബാലിശ്യമാണ്, പുറമേയുള്ള അഭ്യസനം മാത്രം. ഇടവകയിലിരിക്കുന്ന ആളുകൾ ചിരിക്കും. പരസ്പരം ഈ അടുത്തൊരു നാളിൽ നമ്മുടെ മെത്രാന്മാരൊക്കെ എഴുതിയ ചില ലേഖനങ്ങൾ, അച്ഛന്മാരുടെ പ്രസ്താവനകളൊക്കെ വീഡിയോ വന്നു. അതിൻ്റെ അടിക്കുറിപ്പുകളിലൂടെ നിങ്ങളൊന്ന് വായിക്കണം. എന്തൊക്കെയാണ് പ്രതികരണം, അതിന് കാരണമായത് എന്ത്? വൈദികരുടെയും മെത്രാന്മാരുടെ ഇടയിലുള്ള ഭിന്നതയല്ലേ? ഇത് ആത്മശോധന ചെയ്യണം. ഇത് ജനങ്ങൾക്കറിയാം. ഒരു ക്രിസ്ത്യാനിയുടെ മുഖഛായ, മുഖമുദ്ര, അടയാളം പരസ്പര സ്നേഹമാണ്. അവർ തലയുയർത്തി നോക്കുമ്പോൾ തങ്ങളെ നയിക്കുന്ന ഇടയന്മാരുടെയിൽ അതില്ല. ഇങ്ങേയറ്റം ആ കാലുകൾ നടത്തുന്ന ആ കുർബാനയെപ്പറ്റിയുള്ള ഭിന്നത, അതോർക്കുമ്പോൾ ആ വേദന. യേശുവിൻ്റെ ശരീരത്തെ പ്രതി വഴക്കുണ്ടാക്കുക, ഒറ്റിക്കൊടുക്കൽ. ഇത്രയും വർഷങ്ങളായിട്ടും ഇത് രമ്യതയിൽ എത്താതിരുന്നിട്ട് ഈ കാലുകൾക്കൽ നടത്തുന്ന ആവശ്യമുണ്ടോ നമ്മുടെ സഭയിൽ? അത് ഞാൻ വെറുതെ പറയല്ല, ഹൃദയത്തിൽ നിന്ന് പറയാണ്. ഒരു ശരീരം കേൾക്കുന്ന മെത്രാന്മാരും അച്ഛന്മാരും എന്നെ കുറ്റപ്പെടുത്തിയേക്കാം. ഈ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പം തന്നെ പലരും പള്ളി വരാതിരിക്കുമെന്ന്. എത്രയോ പേര് ഇന്ന് പള്ളി വരാതിരിക്കുന്നുണ്ടെന്ന് അറിയാമോ? എത്ര ചെറുപ്പക്കാർ പള്ളി ഉപേക്ഷിച്ചെന്നറിയാവോ? ഈ കുർബാന പ്രശ്നത്തിൻ്റെ പേരിൽ. അവർക്ക് മനസ്സിലാകാൻ കഴിയുന്നവർ ചോദിക്കുകയാണ്. എല്ലാ കുർബാനയുടെയും ആരംഭത്തിൽ രമ്യപ്പെടൽ ശുശ്രൂഷയുണ്ട്. സീറോ മലബാറിലാണെങ്കിൽ അനുരജ്ഞിതരായി തീർന്നിടാമെന്ന ഗാനം ആലപിക്കും. ലത്തീൻ ക്രമത്തിലാണെങ്കിലും അത് പ്രിയപ്പെട്ടവരെ പാപങ്ങളോട് അനുദപിച്ച് കർത്താവുമായും പരസ്പരവും നിങ്ങൾ രമ്യതപ്പെട്ട് ബലിയർപ്പിക്കുക. അല്പസമയം കൊടുക്കും എന്നിതാ ഞാൻ പിഴിയാളി ചൊല്ലുന്നത്. മലങ്കര റീത്തിലും അങ്ങനെ തന്നെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം. കാരണം അതിവിശുദ്ധിയുടെ സ്ഥലത്താണ് നമ്മൾ ബലിപീഠത്തിന് സമീപം. ആ അതിവിശുദ്ധിയിൽ വസിക്കേണ്ട കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത് വിശുദ്ധ കുർബാന സ്വീകരണം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് അതിവിശുദ്ധിയിലായിരിക്കുന്ന കർത്താവ് ശരീരരക്തങ്ങളോടുകൂടി നമ്മളിൽ വരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ രമ്യതയില്ലാതിരിക്കുക. ഇതേപ്പറ്റി ഞാനേറെ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഭക്തിയുടെ ബാഹ്യരൂപം ഈ പെസഹ കാണിച്ചുകൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നമ്മൾ നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത്. 2 തിമോത്തി 3:5 പറയുന്നത് പോലെ എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാർ പള്ളി വരുന്നില്ല? അതിന് കാരണം പൗലോസ് തന്നെ പറയുന്നു, അവരിൽ നിന്ന് വിട്ടു നിൽക്കുവിൻ. ആരെ? ഈ ബാഹ്യരൂപം മാത്രം കാണിച്ച് ചൈതന്യമില്ലാത്തവരെ. ഞാൻ ചെറുപ്പക്കാരോട് ചോദിക്കും, മക്കളെ പള്ളിയിൽ പോകണ്ടേ? ഇന്ന് ഞായറാഴ്ചയല്ലേ, എനിക്ക് ആ കുർബാനയൊന്നും കാണണ്ട. അവർ പറയുന്നത് ചെയ്യാത്തവർ ആദ്യം പാടും, രമ്യതപ്പെടുത്തുന്നു. എന്നിട്ട് വന്ന പ്രസംഗത്തിൽ പോലും ബിഷപ്പിനെതിരായിട്ടേ പറയൂ. കുർബാന സമയത്ത് എല്ലാ അധികാരികളുടെയും പേര് പാപ്പാടെ പറയും. എന്നാൽ സ്വന്തം ആർച്ച് ബിഷപ്പിൻ്റെ പേരോ ബിഷപ്പിൻ്റെ പേരോ പറയില്ല. കപ്പ്യാരോടും പറഞ്ഞിരിക്കുന്നു പറയരുത്. അതായത് പരസ്യമായിട്ട് രമ്യതക്കുറവ് പറയുന്നു. അങ്ങനെ ഒരു കുർബാനയ്ക്ക് പോകുന്നത് അസഹനീയമാച്ച. ഒരു മാറ്റം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ അത് പറയാതെ കർത്താവിൻ്റെ സ്നേഹം പാലിക്കാതെ സ്നേഹത്വം പങ്കുവെച്ചു കൊടുക്കുന്ന അവസാനത്തെ അത്താഴം
പെസഹ വ്യാഴാഴ്ച പോലും അച്ഛൻ അറിയാമല്ലോ, ഇപ്പോൾ യുദ്ധം നടക്കുകയാണ്. കുറേ പേര് പറഞ്ഞാൽ എത്ര യുദ്ധം നടന്നാലും കുറേ കഴിയുമ്പോൾ ഒരു ഉടമ്പടി ഉണ്ടാകും, വെടിനിർത്തൽ ഉണ്ടാകും, യുദ്ധം അവസാനിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഈ യുദ്ധം നമ്മുടെ സഭയിലായിട്ട് എത്ര നാളായച്ച പട്ടം മേടിച്ചവരും, സിനഡിലായിരിക്കുന്നവർ, ബിഷപ്പ് കോൺഫറൻസിലായിരിക്കുന്നവർ, ഇടയന്മാർ എന്ന് പറയപ്പെടുന്നവർ, വൈദികർ, അച്ഛന്മാർ, മെത്രാന്മാർ, അവർ ഒരു വിട്ടുവീഴ്ച കാണിച്ച് സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒന്നായൊരു ബലി അർപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ബലിക്ക് എന്തർത്ഥമിരിക്കുന്നു? സ്നേഹബലി എന്നാണ് കുർബാന പുസ്തകത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ എഴുതിയിരിക്കുന്നത്. ആ സ്നേഹം അത് ഇല്ല എങ്കിൽ, അത് നമ്മൾ ഓർക്കണം. ഈ 13-ാം അധ്യായം വായിച്ച് തുടങ്ങുമ്പോൾ ഈ അവസാനത്തെ അത്താഴം, ഒടുക്കത്തെ അത്താഴം എന്ന് നമ്മൾ പറയുന്ന ഭാഗം 1 കേൾക്കണേ 1ഉം 2ഉം വചനം. യോഹന്നാൻ അധ്യായം 3, 1, 2. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു. അവസാന നിമിഷം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിന്നെയാണ് ഒറ്റിക്കൊടുക്കലും അത് ഈ കാലുകൾക്ക് ശുശ്രൂഷയെല്ലാം അത് നടത്തപ്പെടുന്നത്. അത് നോർക്കണം. ഇന്നും അത് യൂദാസിൻ്റെ മനസ്സിനുള്ളിൽ, അടുത്ത വചനം അതാണ് 2, അത്താഴ സമയത്ത് പിശാച് ശിമയോൻ്റെ പുത്രനായ യൂദാസ് ഇസ്കറിയോത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. എപ്പോഴാ? അവസാനത്തെ അത്താഴ നിമിഷം, ദിവ്യബലിയുടെ സമയം. എത്ര രമ്യതയോടെ സ്നേഹത്തോടെ അർപ്പിക്കേണ്ട സഭയുടെ ഒരു വലിയ കൂടാശയാണ്. കൂടാശകളുടെ കൂടാശ ആണ് ദിവ്യബലി, കുർബാന. എനിക്ക് പറയുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടുക മക്കളെ. ഈ വിഷയം പറയുമ്പോൾ ദിവസക്കാരിൽ ഈശോ നോക്കുമ്പോഴും ബലി അർപ്പിക്കുമ്പോഴും എനിക്ക് പ്രാർത്ഥിക്കില്ല, ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ചെടിയൊക്കെ അച്ഛൻ പിന്നെ പബ്ലിക്കായിട്ട് പറയുന്നത്, പലതും ബോധ്യമുണ്ടെങ്കിലും, അറിവുണ്ടെങ്കിലും പലർക്കും ബോധ്യമില്ല. കുറേ പേർക്ക് ഇതിനെപ്പറ്റി ഒരു ബോധ്യമുണ്ടാവാൻ. പ്രിയമക്കളെ, നമുക്ക് ഈ ഒരുമയ്ക്ക് വേണ്ടി നിലകൊള്ളാം. സഭയിൽ നമുക്കൊരുമ കൊണ്ടുവന്നേ മതിയാവും. എന്ത് ചെയ്യണം? ചിന്തിക്കൂ, പ്രാർത്ഥിക്കൂ, ചിന്തിക്കൂ. മാത്രം പോരാ, പ്രവർത്തിക്കണം. ഞാൻ പറയും, നിങ്ങൾ ബിഷപ്പ്മാരുടെ അടുക്ക് അച്ഛന് പറയണത്, അച്ഛന്മാരോടും പറയണം. നിങ്ങളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. നിങ്ങൾ ഞങ്ങൾ കാണുന്നത് കാല് കഴുകി മുത്തി മാതൃക കൊടുത്ത, സ്നേഹിക്കൂ എന്ന കൽപ്പന കൊടുത്ത ഈശോയാണ്. നിങ്ങളെ ഞങ്ങൾ വിളിക്കുന്നത് വേറൊരു ക്രിസ്തുവെന്നാണ്. അത് ഞങ്ങളിപ്പോൾ കാണുന്നില്ല. അത് പറയൂ, പച്ചയ്ക്ക് മടിക്കണ്ട, ഭയപ്പെടണ്ട, അല്ലെങ്കിൽ എഴുതൂ. ഞാൻ അത് ഒരു തമാശയായിട്ട് പറയല്ല കൊച്ചുമക്കളെ. അല്ലെങ്കിൽ ഒരു 2 തലമുറയുടെ കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ക്രിസ്തീയത മുഴുവൻ ഇല്ലാതായിത്തീരും. എണ്ണം കുറയുന്നതുകൊണ്ടല്ല, പീഡിപ്പിക്കുന്നതുകൊണ്ടുമല്ല, നമ്മൾ തന്നെ. അത് എൻ്റെ പല വീഡിയോകളും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. നോക്കൂ, ഈശോ അവസാനത്തെ അത്താഴത്തിൽ കുർബാന സ്ഥാപിച്ചപ്പോൾ മാതൃക കൊടുത്തു, കൽപ്പന കൊടുത്തു. അത് പാലിക്കാതെ അർപ്പിക്കുന്ന അവസാനത്തെ അത്താഴ ശുശ്രൂഷ, ദിവ്യബലി എന്ന് പറയുന്നത് അതുതന്നെ ആണ്. നമുക്കറിയാം, അവസാന അത്താഴവും കാൽവരിയിലെ യാഗവും സമ്മേളിച്ചിരിക്കുന്ന ഒന്നിച്ചുള്ള ബലിയാണ്. യേശുവിൻ്റെ നൽകൽ ആണ് നമ്മുടെ ഇന്നത്തെ കുർബാന, അല്ലെങ്കിൽ ഇന്നത്തെ ദിവ്യബലി. ഇത് കേൾക്കുന്ന എല്ലാവരും വളരെ സ്നേഹത്തോടെ പറയും, നമുക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഇതിനെപ്പറ്റി കൂടുതൽ ബോധ്യമുള്ളവരാകാം. ഇതിനെപ്പറ്റി ശണ്ടയുണ്ടാക്കുന്നവർ ദയവായി നിർത്തൂ. ഇതേപ്പറ്റി പരസ്യമായി വിജാതിയുടെ മുമ്പിൽ പോലും അവഹേളിതരാക്കുന്ന വീഡിയോകൾ നിർത്തും, സംസാരങ്ങൾ നിർത്തും. നിങ്ങളുടെ ഇടയന്മാരോട് തുറന്നു പോയി പറയൂ, ഞങ്ങൾ ക്രിസ്തുവിനെ കാണുന്നു, നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിൻ്റെതുപോലെ ആയിരിക്കട്ടെ, നിങ്ങൾ ഒന്നിച്ചു കൂടുന്നതും അങ്ങനെ ആയിരിക്കട്ടെ, പരസ്പരം സഹിച്ചും രമ്യപ്പെട്ടും അങ്ങനെ അച്ഛ അല്ലെങ്കിൽ പിതാവി ബലിയർപ്പിക്കണമേ എന്ന്. ഈശോ ധൈര്യം തരട്ടെ, അനുഗ്രഹം തരട്ടെ.
പെസഹ വ്യാഴാഴ്ച ഈ കർമ്മം നടത്തണ്ട എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ എൻ്റെ ഹൃദയ പരമാർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു കർമ്മം വേണ്ട ഒരു പള്ളിയിൽ നിന്ന് പറയുന്നതാണെന്ന് വ്യാഖ്യാനിച്ചേക്കാൻ പറ്റും. എങ്കിൽ അർത്ഥശൂന്യമായ ഇപ്രകാരം ഉള്ള കർമ്മങ്ങൾ നിർത്തേണ്ടിയിരിക്കുന്നു. ഒരു നിമിഷം കണ്ണടയ്ക്കാം, ധ്യാനിക്കാം. ഈശോനാഥ, അങ്ങ് സ്നേഹിക്കുവാനായിട്ടാണ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് സ്നേഹിക്കാൻ, തുടർന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരവും രക്തം തരുവാൻ, രക്തം ചിന്തുന്നവരെയുള്ള സ്നേഹം, അതിനാണ് ബലി സ്ഥാപിച്ചത്. ആ ബലി അർപ്പിക്കുന്ന അർപ്പകരും അങ്ങേപ്പോലാകണം. ഞങ്ങളവരെ വിളിക്കുന്നത് അനദർ ക്രൈസ്റ്റ്, ആൾട്ടർ ക്രിസ്തുസ്, വേറെ ക്രിസ്തു എന്നാണ്. ഞങ്ങൾക്ക് സങ്കടമുണ്ട് ഈശോയെ, അങ്ങ് കൊടുത്ത ആ മാതൃകയോ അങ്ങയുടെ വചനമോ അവർ പാലിക്കുന്നില്ല. കർത്താവേ, ചുറ്റുപാടുകളായിരിക്കാം അവരിതിലേക്ക് നയിച്ചത്. ചില കർമ്മങ്ങളായിരിക്കാം, അനുഷ്ഠാനങ്ങളും അതേപ്പറ്റിയുള്ള ചിന്തയും. എന്തായാലും ഈ ചങ്ങലകൾ പൊട്ടിച്ച് കർത്താവ് സ്നേഹത്തിൽ ഒന്നായി തീരാൻ കൃപ കൊടുക്കണമേ. അതിനുള്ള ബോധ്യം സഭയിലെല്ലാവർക്കും കൊടുക്കണമേ. ഈ കുഞ്ഞുങ്ങൾ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, ഒരു സഭയ്ക്കെതിരായിട്ട് നീങ്ങാനല്ല ഞാൻ പറഞ്ഞത്, സഭയിലെ കൂരാശകൾക്കെതിരായി നീങ്ങാനുമല്ല പറഞ്ഞത്. പിന്നെ വേണ്ട വിധം പ്രതികരിക്കുക, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ഇടയന്മാരോട് പോയി പറയൂ സത്യം. എന്തുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ പോകുന്നില്ല? നിങ്ങൾ എത്ര പേർ എന്നോട് പറയുന്നു, എഴുതുന്നു? അവിടെ പോയി പറയൂ. ബോധ്യങ്ങളുണ്ടാകാൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. എൻ്റെ ഈ ചെറിയ വീഡിയോ ക്ലിപ്പ് കേട്ട് എല്ലാവരെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ പെസഹ കാലത്ത് പെസഹായുടെ അനുഗ്രഹങ്ങൾ ഇവർക്കും ഇവരുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ. ആ പെസഹായുടെ ആധ്യാത്മികതയിൽ വളരുവാൻ ഇവരെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.